കൊല്ലം അഞ്ചൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ വെച്ചിരുന്ന മൃതദേഹം പുറത്തെടുത്തപ്പോൾ അഴുകി ജീർണിച്ച നിലയിൽ. പ്രതിഷേധവുമായി ബന്ധുക്കളും രംഗത്തെത്തി. അഞ്ചൽ ആയൂർ തോട്ടത്തറ ഹൗസിൽ 32 വയസ്സുള്ള ജോയൽ ജോർജ് മാത്യുവിന്റെ മൃതദേഹമാണ് അഞ്ചലിലെ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ 5-ാം തീയതി പൂനെയിൽ കൂട്ടുകാർക്കൊപ്പം ഡാമിൽ കുളിക്കുന്നതിനിടെ ജോയൽ ജോർജ് മാത്യു വെള്ളത്തിനടിയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിനു ശേഷം കഴിഞ്ഞ 7-ാം തീയതി പൂനെയിൽ നിന്നും വിമാനമാർഗം നാട്ടിലെത്തിക്കുകയും അഞ്ചലിലെ മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് മൃതദേഹം എടുക്കുവാൻ ബന്ധുക്കൾ എത്തിയത്. മോർച്ചറി തുറന്നപ്പോൾ മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടതോടെയാണ് ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. 2 മണിക്കൂർ പിന്നിടുന്നു. ഇവരുടെ നിരുത്തരവാദിത്തമായ പെരുമാറ്റം എന്ന് പറയുന്ന ഇതിന് തന്നെ എക്സാമ്പിളാണ്. ഇപ്പോഴും അവർ യാതൊരു കാരണവശാലും ബന്ധുക്കളുമായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഹോസ്പിറ്റൽ അധികാരികൾ തയ്യാറാവുന്നില്ല. ഇവിടെ ആദ്യം വന്ന PRO പോലും അവരുടെ ബന്ധുക്കളോട് കയറുകയാണ്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വളരെ മോശമായ പ്രവൃത്തിയാണ്. പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പു തരാം, ഇത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പോലീസും ആരോഗ്യവകുപ്പും കൃത്യമായ നടപടികൾ എടുക്കണം. നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബോഡി വിട്ടുകൊടുക്കുന്നതിനും നടപടിയെടുക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുക. സംഭവത്തിൽ ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു.